ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഒരു സോഫ്റ്റ് ബ്രെഡ് റെസിപ്പിയാണ്, അതും തവയിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിപ്പോൾ കപ്പിലാണ് എടുക്കുന്നത്, നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ 3/4 കപ്പ് നമുക്ക് കൈ കുത്താൻ പാകത്തിലുള്ള ചൂടുവെള്ളം, അതുപോലെ തന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. 2 കപ്പ് മൈദക്കാണ് 2 ടീസ്പൂൺ ഈസ്റ്റ് എന്ന കണക്ക് കേട്ടോ. അപ്പോൾ കപ്പ് അളവിന് കപ്പ്, ഗ്ലാസ് അളവിന് ഗ്ലാസ്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം എന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ പാൽപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ വെള്ളം തന്നെ മതിയാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒന്ന് വെറുതെ ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല ചൂട് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ മാവ്. അപ്പോൾ ഈ ഡോ നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൈയെടുക്കാതെ കുഴച്ചെടുക്കണം. എങ്കിലേ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായി കിട്ടും നമ്മളെ ഇത്. എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രത്തോളം നമ്മളെ ബ്രെഡ് സോഫ്റ്റാവും. അല്ലാണ്ട് മൈദ ഇന്നേ കമ്പനിയുടെ വേണമെന്നോ നല്ല ക്വാളിറ്റി മൈദ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മൈദ മതി. ഇനി നമുക്ക് ഒരു തവ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കൂട്ട് ഡോ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ഒരേ തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മേളിലേക്ക് കുറച്ചും കൂടെ ഓയിലൊന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം, ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് സെറ്റ് ആവാൻ വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ സീസൺ സീഡില്ല, അതായത് എള്ളില്ല, വെളുത്ത എള്ള്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴയ ഏതെങ്കിലും തവ ഉണ്ടാവില്ല, പോയ തവ, അതൊന്ന് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് ഒരു 8 മിനിറ്റ് ചൂടാവണം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ തവ കൊണ്ടേ വെക്കുക, നമ്മൾ ഈ ഡോ കൊണ്ടേ വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. നമ്മളിത് തവയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് 2 സൈഡ് വെന്ത് കിട്ടണമെങ്കിൽ മറച്ചിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് കൂടുന്നതിന് നമ്മൾ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് മറിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഇത് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അത് ചെറുതായിട്ട് ക്രാക്ക് വന്നുണ്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം 3 തവണ അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൊത്തം എനിക്ക് 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ ബ്രെഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്ന് സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സൂപ്പർ ബ്രെഡ്, നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ ഒരു 2-3 വീഡിയോസ് എടുത്ത് കണ്ടു മതി. അപ്പോൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.